ക്രിസ്തുവർഷത്തിനും ഒരു നൂറ്റാണ്ട് മുൻപ് പണികഴിപ്പിക്കപ്പെട്ടതെന്ന് രേഖകൾ പറയുന്ന ജൈനമത ക്ഷേത്രമാണ് ചിത്രാൾ ജെയിൻ ടെമ്പിൾ. ഈ മനോഹരമായ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഫ്രീ ടൈം ട്രാവലേഴ്സിന്റെ വീഡിയോ. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്തു നിന്നും 50 കിലോമീറ്റർ മാത്രം അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്ത് നിന്നും 7 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നെങ്കിലും 1956 സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ചപ്പോൾ ഈ ക്ഷേത്രം തമിഴ്നാടിന്റെ ഭാഗമായി. മലൈക്കോവിൽ എന്നും ഈ ക്ഷേത്രത്തിന് പേരുണ്ട്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. ചിതറാൾ മലയുടെ താഴെ വരെ നമുക്ക് വാഹനങ്ങൾ ചെല്ലാം. അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പാർക്കിംഗ് സൗകര്യമുണ്ട്. 40 രൂപ പാർക്കിംഗ് ഫീ അടച്ച് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. അതിനുശേഷം ഗേറ്റ് കാണാം. ഇവിടെ പ്രവേശനം സൗജന്യമാണ്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എൻട്രി. പക്ഷേ ഒരു 4:30 അവര് മുകളിലുള്ള മുഴുവൻ ആൾക്കാരും താഴെ വരണം എന്ന് നിർബന്ധം പറയും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രമുള്ളത്. ഈ ഗേറ്റിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ നടന്നു വേണം നമുക്ക് ക്ഷേത്രത്തിനടുത്തെത്താൻ. ശരിക്കും ഒരു ട്രെക്കിങ്ങിന്റെ ഫീല് തന്നെ തരും നമുക്കിത്. നല്ല കയറ്റമായതിനാൽ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാൻ അവർ ഇരിപ്പിടങ്ങൾ ഇരുവശത്തും റെഡിയാക്കിയിട്ടുണ്ട്. പാറയിൽ കൊത്തിയെടുത്ത ധാരാളം പടവുകൾ കടന്നു വേണം നമ്മൾ മുകളിലെത്താൻ. നല്ല കയറ്റമാണ്. നടവഴി അവസാനിക്കുന്ന ഭാഗം ക്ഷേത്രത്തിന്റെ പുറകുവശമാണ്. അവിടെ അതിമനോഹരമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ആൽമരം നമുക്ക് കാണാം. ഇത്രയും കയറ്റം കയറി വരുന്നവർക്ക് വിശ്രമിക്കാനായി ധാരാളം സിമന്റ് ബെഞ്ചുകൾ അവർ ഒരുക്കിയിട്ടുണ്ട് അവിടെ. വീണ്ടും ചെറിയ സ്റ്റെപ്പുകൾ കടന്ന് നമ്മൾ മുകളിലേക്ക് എത്തിയാൽ പാറയിൽ തന്നെ കൊത്തിയെടുത്ത് ചെറിയ പടവുകൾ മുകളിലേക്ക് കാണാം. അത് ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തേക്കുള്ളതാണ്. ഇതിന്റെ വലതുവശത്തായി ക്ഷേത്രത്തിലേക്ക് കടക്കാൻ കല്ലിൽ തന്നെ കൊത്തിയിട്ടുള്ള ഒരു ചെറിയ കവാടം കാണാം. അത് കടന്ന് ഈ വലിയ 2 പാറകൾക്കിടയിലൂടെ വേണം നമ്മൾ ക്ഷേത്രത്തിനടുത്തെത്താൻ. പാറകൾ കടന്ന് ഫ്രണ്ടിലെത്തുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. പ്രകൃതി ഭംഗിയുടെ മകുടോദാഹരണം. സ്റ്റെപ്പുകൾ ഇറങ്ങി ക്ഷേത്രമുറ്റത്തെത്തിയാൽ ഇടതുവശത്തായി പാറയിൽ തന്നെ കൊത്തിയെടുത്ത അതിമനോഹരമായ പല കൊത്തുപണികളും നമുക്കവിടെ കാണാം. പാറയിൽ കൊത്തിയ ധ്യാനനിരതനായ തീർത്ഥങ്കരന്റെ വിവിധ രൂപങ്ങളും ശില്പങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ മഹാവീരന്റെ വിഗ്രഹ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇടതുവശത്തായി നാഗപ്രതിഷ്ഠയുമുണ്ട്. പാറകൾ തുറന്ന് കൊത്തിയെടുത്ത തൂണുകളുള്ള 3 മുഖങ്ങളുള്ള ഒരു ക്ഷേത്രം നമുക്കിവിടെ കാണാം. അവസാന തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരന്റെയും പാർശ്വനാഥന്റെയും
പത്മാവതിയുടെ പ്രതിഷ്ഠകൾ നമുക്കിവിടെ കാണാം. പത്മാവതി പ്രതിഷ്ഠയുള്ളതിനാലാണ് ഭഗവതി കോവിലായി അറിയപ്പെടുന്നതെന്നും അതല്ല, തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ പത്മാവതി പ്രതിഷ്ഠ മാറ്റി പകരം ഭഗവതി പ്രതിഷ്ഠ നടത്തിയെന്നും രണ്ടഭിപ്രായമുണ്ട്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് താഴോട്ടിറങ്ങിയാൽ പാറയിൽ തന്നെ നിർമ്മിതമായ പ്രകൃതിദത്തമായ ഒരിക്കലും പറ്റാത്ത ജലസംഭരണി നമുക്കവിടെ കാണാം. ഹൃദയത്തിന്റെ ആകൃതിയിലാണ് ഈ ജലസംഭരണി നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. ചിതറാൾ മലയുടെ മുകളിൽ നിന്നുള്ള പ്രകൃതി ദൃശ്യങ്ങൾ അത്യാകർഷകമാണ്. ആ പാറയുടെ മുകളിൽ കാറ്റേറ്റിരിക്കുമ്പോൾ നമ്മൾ സർവം മറന്നുപോകും. ധാരാളം ജൈനമത സന്യാസികൾ ഇവിടെ ധ്യാനമിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നുണ്ട്. ക്ഷേത്രത്തിന് കുറച്ചകലെയായി അതിവിശാലമായ ഒരു പാറ നമുക്ക് കാണാം. സഞ്ചാരികൾക്ക് കാറ്റേറ്റ് വിശ്രമിക്കാൻ ഇതിലും മനോഹരമായ ഒരു സ്ഥലം ഉണ്ടെന്ന് തോന്നില്ല. അത്ര മനോഹരം. ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന സൂര്യാസ്തമയം അവർണ്ണനീയമാണ്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ബുദ്ധമതത്തോളം തന്നെ പ്രാധാന്യമുണ്ട് ജൈനമതത്തിനും. വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ജൈനമതം വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ് ഈ ചിതറാൾ ജൈനക്ഷേത്രം. ക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്തെ കാഴ്ചകൾക്ക് ശേഷം മുകളിലുള്ള ഗോപുര നിർമ്മിതി കാണാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്പുകൾ കയറി പതുക്കെ മുകളിലേക്ക് നീങ്ങി. കേരളത്തിലും തമിഴ്നാട്ടിലും വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് ജൈനമതത്തിന്റെ സ്വാധീനം പലതരത്തിലുണ്ടെന്ന് ഇന്നും കരുതപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ചെറിയ കൽപ്പടവുകൾ കടന്ന് നമ്മൾ മുകളിലെത്തുമ്പോൾ കാണുന്ന ക്ഷേത്ര ഗോപുരം അക്കാലത്തെ വാസ്തുവിദ്യ ലോകോത്തരമായിരുന്നു എന്നതിന്റെ മകുടോദാഹരണമാണത്. ഈ ക്ഷേത്ര ഗോപുരത്തിന്റെ കൽപ്പണികൾക്കിടയിൽ ചെറിയ കള്ളികൾ പോലെയുള്ള വാതിലുകൾ നമുക്ക് കാണാം. അതിനകത്തേക്ക് കയറുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും നമ്മളെല്ലാവരും കയറി നോക്കും. അവിടെ നിന്നും നോക്കുമ്പോൾ ദൂരെയായി താമ്രപർണി നദിയും പച്ച പൊതിച്ചു നിൽക്കുന്ന താഴ്വാരങ്ങളും നമുക്ക് കാണാം. നമ്മുടെ ഇന്ത്യൻ വാസ്തുകലയുടെ ഒരു മകുടോദാഹരണമാണ് ഈ ചിതറാൾ ജെയിൻ ടെമ്പിൾ. പറ്റുന്നവരെല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം ഒന്ന് വിസിറ്റ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.